ചില രാഷ്ട്രീയ വശങ്ങൾ കൂടി കണ്ടാൽ നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രസംഗത്തിൽ സാമ്പത്തികമല്ലാത്ത അല്ലെങ്കിൽ നേരിട്ട് സാമ്പത്തികമല്ലാത്ത ചില ഘടകങ്ങൾ കൂടിയുണ്ട്. നോക്കൂ, ഒരു ഹൈ പവർ കമ്മിറ്റിയെ ജനസംഖ്യാ വളർച്ചയും ഡെമോഗ്രാഫിക് ചേഞ്ചും പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യാ അനുപാതത്തിലെ മാറ്റവും പഠിക്കാൻ വേണ്ടി നിയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. ഇത് കഴിഞ്ഞ ഒക്ടോബറിൽ RSSന്റെ വിജയദശമി സ്പീച്ചിൽ, അവരുടെ രൂപീകരണ സ്പീച്ച്, അതിന്റെ വാർഷിക സ്പീച്ചിൽ RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി, രാഷ്ട്രീയം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവർ ഒരു നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാത്ത കോൺഗ്രസ് പ്രധാനമന്ത്രിയെ, ലാൽ ബഹാദൂർ ശാസ്ത്രിയെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ജയ് ജവാൻ ജയ് കിസാൻ സ്ലോഗനുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെ കൃത്യമായി BJP ഉദ്ദേശിക്കുന്ന പുതിയ സമൂഹ നിർമ്മിതിക്ക് ആവശ്യമായ എല്ലാ കോമ്പണൻസും ഈ ബജറ്റിനകത്തുണ്ട്. അല്ല, സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളല്ലാതെ BJP പാർലമെന്ററി രാഷ്ട്രീയത്തിൽ മറ്റൊന്നും ചെയ്യുന്നില്ല. എന്ത് ചെയ്താലും അതിനകത്തൊരു സങ്കുചിത രാഷ്ട്രീയം പ്രതിഫലിക്കാറുണ്ട്. പിന്നെ കോർപ്പറേറ്റ് സ്നേഹവുമാണ്. ഇവിടെ ശ്രീ B. ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന് രണ്ടാമത്തെ ഊഴത്തിൽ എന്തൊക്കെയോ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അല്ല, അദ്ദേഹം തന്നെ ആദ്യത്തെ ലാപ്പിൽ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളൊന്നും പറഞ്ഞില്ല, ഞങ്ങൾക്ക് ആത്മവിശ്വാസം മാത്രമാണുള്ളത്, മറ്റൊന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്നെ സറണ്ടർ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം വേറെ എന്തൊക്കെയോ പറയുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇവരുടെ GDPയുടെ വളർച്ചയെ കുറിച്ച് പറയും. GDP ആണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പിൽ വലിയ ശക്തിയായി മാറിയെന്നാണ്. ഞങ്ങൾക്കതിനോട് വിയോജിപ്പാനുള്ളത്, ഈ GDP എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ആരാണ് സമ്പന്നരായത്? ഈ രാജ്യത്തിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന സ്വത്തും ചെറു ന്യൂനപക്ഷത്തിൻ്റെ കൈകളിലേക്കായി. നിങ്ങൾ അവർക്ക് വേണ്ടി ഭരിക്കുന്നു. അവരുടെ വളർച്ചയാണ്, അവർക്കുള്ള വളർച്ച, ആ വളർച്ച കൂടി ചേർത്തിട്ടാണല്ലോ ഈ GDP അളക്കുന്നത്. ഇന്ത്യയിലെ അസമത്വത്തെക്കുറിച്ച് പറയൂ. അതിന് എക്കണോമിക് സർവേ റിപ്പോർട്ട് നിങ്ങൾ പുറത്തുവിടുന്നില്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ നികുതി, ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു നികുതി ഘടനയിൽ മാറ്റമുണ്ടാകും. എല്ലാ മാധ്യമങ്ങളും പ്രവചിച്ചിരുന്നു. നികുതി ഘടനയിൽ മാറ്റമുണ്ടായിട്ടില്ല. കഴിഞ്ഞ കാലത്തേതുപോലെ തുടരും. ബഡ്ജറ്റ് പറയുകയാണ്. അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കോർപ്പറേറ്റ് ആനുകൂല്യമുണ്ട്. എന്താണത്? നികുതി ഘടന അതേപടി തുടരുമ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച അതേ നികുതി ഘടന, എന്താ സ്ലാബ്, 30-ൽ നിന്ന് 22% കോർപ്പറേറ്റ് ടാക്സ് കഴിഞ്ഞ തവണ ഇളവ് ചെയ്തു കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 30% നിന്ന് 22% കുറച്ചു. അതിൻ്റെ ഭാഗമായി കോർപ്പറേറ്റുകൾക്ക് ലഭിച്ച ആനുകൂല്യം എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. ധനമന്ത്രാലയം തന്നെ അവതരിപ്പിച്ച കണക്ക് പ്രകാരം നമ്മുടെ പ്രതിവർഷം 1 ലക്ഷം കോടി രൂപയിലധികമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ നഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഒരു വശത്ത് കർഷകർക്ക് കൊടുത്തു എന്ന് പറയുന്നു, എന്നാൽ അതേസമയം ടാക്സ് തന്നെ കോർപ്പറേറ്റുകൾക്ക് ഇളവ് ചെയ്ത് കൊടുക്കുന്നു. കോർപ്പറേറ്റുകളെ കടമെഴുത്തുള്ളത് വേറെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2014 അധികാരമേറ്റു നിങ്ങൾ പറഞ്ഞു 2030 അതാണ് വികസന വിഷൻ. നിങ്ങളത് പറഞ്ഞു 2030 ആകുമ്പോൾ ഇന്ത്യയാകെ മാറും. ഇപ്പോൾ നിങ്ങൾ പറയുന്നു ആ 30 എന്നുള്ളത് മാറ്റി, ഗോൾ പോസ്റ്റ് മാറ്റിവെക്കുകയാണ്, 2047 അത് മാറ്റിവെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ 10 വർഷം നിങ്ങൾക്ക് അടിസ്ഥാനപരമായി മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ? ഞാൻ ഈ ചർച്ചയിൽ വീണ്ടും ആവർത്തിക്കുന്നു, എന്തുകൊണ്ടാണ് 2 കാര്യങ്ങളിൽ അദ്ദേഹം ബോധപൂർവ്വം മൗനം ദീക്ഷിച്ചു. ഒന്നാമത്തെ കാര്യം, എക്കണോമിക് സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കാത്ത ചരിത്രത്തിലെ ആദ്യത്തെ ബഡ്ജറ്റ്. എന്തുകൊണ്ട് ഗോപാലകൃഷ്ണൻ മിണ്ടുന്നില്ല? 2, ഇന്ന് രാവിലെ എന്തിനാണ് സാധാരണക്കാര മനുഷ്യരെ വലച്ചുകൊണ്ട് പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്താണ് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം? ഇത് നിങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു, ഇവിടെ SC/STയുടെ കാര്യമൊക്കെ പറഞ്ഞു വെച്ചാൽ എന്താണ്? ബഡ്ജറ്റ് പ്രസംഗത്തിലും പറയുകയാണ് ഞങ്ങൾ ഇനിക്വാളിറ്റി കുറച്ചു, അസമത്വം കുറച്ചു എന്നാണ്. ഞാൻ സാമ്പത്തിക അസമത്വത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. സാമൂഹിക അസമത്വം എന്താണ്? പാർലമെന്റിൽ, രാജ്യസഭയിൽ എനിക്ക് ലഭിച്ച മറുപടി പ്രകാരം SC വിഭാഗത്തിന് നേരെയുള്ള അക്രമങ്ങൾ രാജ്യത്ത് 17% വർദ്ധിച്ചത്. ST വിഭാഗത്തിന് നേരെയുള്ള അക്രമത്തിൽ 23% വർധനവ്. ഇതാണോ ഇക്വാളിറ്റിയുടെ ഇത്? പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്നു. ഇദ്ദേഹം പറയുകയാണ് ഇത്രയും പേർക്ക് അന്നം മുട്ടാൻ പറ്റുമോ എന്നൊക്കെ ശ്രീ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു. നോക്കൂ, 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കരകയറ്റി എന്നാണ് നിർമ്മല സീതാരാമൻ എന്ന് പ്രസംഗിച്ചത്. ഈ രാജ്യത്തെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം എത്ര അഭിലാഷേ? 111-ാം സ്ഥാനത്ത്. 111-ാം സ്ഥാനത്ത്. എന്താണ് അപ്പോൾ നമ്മുടെ രാജ്യത്തെ? പിന്നെ റെയിൽവേ യാത്ര വളരെ പ്രധാനമാണ്. റെയിൽവേ ഇന്ന് വളരെ പൊള്ളുന്നൊരു ഇഷ്യൂ ആണല്ലോ. റെയിൽവേയിൽ 40,000 ബോഗികൾ, നിലവിലുള്ള ബോഗികളെ വന്ദേ ഭാരതിൻ്റെ ബോഗിക്ക് തുല്യമാക്കും, വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് മാറ്റും. അതിൻ്റെ അർത്ഥം എന്താണ്? അധികമായി യാതൊന്നും പറയുന്നില്ല. അധികമായി ഒരു റെയിൽവേ കോച്ച് പോലും പുതുതായി വരുന്നില്ല. നിലവിലുള്ള കോച്ചിൻ്റെ കൺവെർഷനാണ് പറയുന്നത്. അതിൻ്റെ പിന്നിൽ മറ്റൊരുപാട് അജണ്ടകളുണ്ട്. ഇപ്പോൾ അതിൻ്റെ എല്ലാം സ്വകാര്യവൽക്കരണത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. അതിൻ്റെ പിന്നിലുള്ള
പണമിടപാടുകൾ, ഞാൻ അതിനെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ ആരോപണം ഉന്നയിക്കുന്നില്ല. പക്ഷേ എന്താണ് ഒരു ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. റെയിൽവേയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? റെയിൽവേയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയ കോച്ചുകൾ വേണം, പുതിയ പാളങ്ങൾ വേണം, പുതിയ ട്രെയിനുകൾ വേണം. അതില്ല. ഇനി 3 റെയിൽവേ ഇടനാഴികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ 3 റെയിൽവേ ഇടനാഴികളിൽ പ്രധാനമായും പറയുന്നത് ഒന്ന് സാമ്പത്തിക ഇടനാഴികളാണ്. അതിലേറെ പ്രധാനമായും പറയുന്നത് പോർട്ടുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റിയാണ്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര ടെർമിനൽ വരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പൊട്ടൻഷ്യലുള്ള പോർട്ടാണ്. എന്തുകൊണ്ടാണ് ഈ 3 റെയിൽവേ ഇടനാഴികളിൽ കേരളത്തിൻ്റെ സ്ഥാനം നിങ്ങൾ മാറ്റി നിർത്തിയത്? ഇന്ന് വൈകുന്നേരം അശ്വിനി വൈഷ്ണദേവ് മാധ്യമങ്ങളെ കണ്ടു. അതിൽ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചു യഥാർത്ഥത്തിൽ ഈ 3 റെയിൽവേ ഇടനാഴികളിൽ കേരളത്തിനൊരു സ്ഥാനമുണ്ടോ? കേരളത്തെ പരിഗണിച്ചതേയില്ല. അതെന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത് കേരളത്തെ? ഇപ്പോൾ കേരളത്തിന് BJP നൽകുന്ന സമ്മാനം എന്താണ് ഈ ബഡ്ജറ്റിൽ? 3 റെയിൽവേ ഇടനാഴികൾ പറയുന്നു, അതിൽ ഒന്ന് പോർട്ട് കണക്ടിവിറ്റി ആണെന്ന് പറയുന്നു. അപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള പോർട്ടായി ഉയർന്നു വരുന്ന തിരുവനന്തപുരം വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പോർട്ടിനെ കണക്ട് ചെയ്യുന്ന ഒരു റെയിൽവേ ഇടനാഴിയുടെ ഭാഗമായി കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം കേരളത്തെ അവഗണിക്കുന്നു എന്നത് കൂടിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇന്ന് ബഡ്ജറ്റിന്റെ 18-ാം പേജ് അതിൽ ഏവിയേഷൻ സെക്ടറിനെ കുറിച്ച് വാചാലമാകുന്നുണ്ട്. അതിൽ പറയുന്നു എയർപോർട്ടുകൾ ഇരട്ടിയായി വർദ്ധിച്ചു, 149 എയർപോർട്ടായി. പിന്നെ അതിൽ പറയുന്നു വളരെ രസകരമായൊരു കാര്യം, ഈ കാലയളവെന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വന്തം എയർ കാരിയറായ എയർ ഇന്ത്യയെ ടാറ്റയ്ക്ക് വിറ്റ കാലയളവാണ്. എന്നിട്ട് പറയുകയാണ് ഇന്ത്യയുടെ ഈ പറയുന്ന എയർ കാരിയേഴ്സ്, ഇന്ത്യൻ എയർ കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് എയർ കാരിയേഴ്സ് 1000 പുതിയ എയർക്രാഫ്റ്റുകൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. വലിയ നേട്ടമായി പറയുകയാണ്. എന്താ ഈ എയർക്രാഫ്റ്റിൽ യാത്ര ചെയ്യുന്ന എയർഫെയറിൻ്റെ അവസ്ഥ? നമ്മുടെ രാജ്യത്ത് പ്രവാസികളായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളായ ആളുകൾ, പാവങ്ങൾ, ആ സാധാരണക്കാരായ മനുഷ്യർ, ഇടത്തരക്കാർ പോലും അവധി കിട്ടിയിട്ടും നാട്ടിൽ വരാനാകുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? എയർഫെയർ എക്സോർബിറ്റഡ് ആയിട്ടുള്ള വർധനവ്. അത്തരത്തിലുള്ള വർധനവ് ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിന് നിയന്ത്രിക്കാൻ യാതൊരു വഴിയില്ല. പെട്രോൾ വില വർധനവിൽ, ഡീസൽ വില വർധനവിൽ കേന്ദ്രത്തിന് നിയന്ത്രണമില്ല. എയർഫെയറിൽ കേന്ദ്രത്തിന് നിയന്ത്രണമില്ല. അപ്പോൾ എയർഫെയറിനെ കുറിച്ചും എയർ കണക്ടിവിറ്റിയെ കുറിച്ചും ഏവിയേഷൻ സെക്ടറിനെ കുറിച്ചും നിങ്ങൾ വാചാലമാകുമ്പോൾ എന്തുകൊണ്ടാണ് രാജ്യത്തെ സാധാരണക്കാരന് മിതമായ നിരക്കിൽ അവനെ കൊള്ളയടിക്കാതെ, ഈ സ്വകാര്യ കമ്പനികൾ കൊള്ളയടിക്കാതെ ഗവൺമെന്റിന് എങ്ങനെ ഇടപെടാൻ കഴിയും? അതിനെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല. തീർച്ചയായും അങ്ങനെ ഇനി ഓരോ കാര്യവും ഞാൻ ഓരോ ഭാഗവും എടുത്ത് പറഞ്ഞാൽ ശരി, അതൊക്കെ നമുക്ക് ഓരോരോ ഘട്ടങ്ങളിലായിട്ട് വരാം.